ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞങ്ങൾ ഇന്ന് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ പോയതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇവിടെ ദർശനത്തിന് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്ക് KSRTC യാത്രാ സൗകര്യത്തിനായിട്ട് ഇലക്ട്രിക് ബസ്സുകൾ ഒരുക്കിയിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യം തന്നെയാണെന്ന് വെച്ചാൽ എല്ലാവരും 2 വീലറും 4 വീലറോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ട്രാഫിക്കിൻ്റെ ഒരു ബഹളം തന്നെയാണ്. എന്തായാലും ഈ പ്രാവശ്യം കുറച്ച് കൂടുതൽ ബസ്സുകൾ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എവിടെ നോക്കിയാലും ബസ്സുകൾ വന്നും പോയി നിൽക്കുന്നുണ്ട്. നമുക്ക് കാണാൻ കഴിച്ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ. ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ടാണെന്നറിയില്ല, ഇന്ന് സാധാരണ ഉത്സവ സമയങ്ങളിലുള്ള തിരക്കൊന്നും ഇന്ന് വൈകിട്ടില്ലായിരുന്നു. നമ്മളൊരു 5:30-6 മണി സമയത്താണ് പോയത്. പക്ഷേ നമ്മൾ ഇറങ്ങാൻ സമയം ഒരു 6 മണിക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു നല്ല തിരക്കുണ്ട്, നല്ല ക്യൂ ആയിരുന്നു. എന്തായാലും നമ്മൾ പോയ സമയത്ത് അത്ര ക്യൂ ഇല്ലായിരുന്നു. എങ്കിലും ഒരു അരമണിക്കൂറിനകത്ത് തന്നെ നമുക്ക് അകത്ത് കയറി ദർശനം കാണാനുള്ള ഭാഗ്യമുണ്ടായി. പിന്നെ അത് ഇറങ്ങാൻ സമയത്ത് ഒത്തിരി തിരക്ക് കൂടിയായിരുന്നു. കുറച്ച് നേരം നമ്മൾ നമ്മുടെ അമ്പലത്തിൻ്റെ ചുറ്റുമൊക്കെ നിന്ന് വെളിയിൽ നിന്നൊക്കെ ഒന്ന് തൊഴുത്, വീണയ്ക്ക് എത്ര തൊഴുതിട്ട് മതിയാവുന്നില്ല. തിരിച്ച് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങാൻ നേരത്തും വീണ്ടും അവിടെ ആ ഒരു ദേവിയുടെ പാട്ടിന് വേണ്ടി പാട്ട് വരെ ഉണ്ടല്ലോ, അവിടെ നിന്നൊക്കെ വീണ്ടും തൊഴുത് ദേവിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഈ പ്രാവശ്യം ഭക്തജനങ്ങളുടെ തിരക്ക് കൂടുതൽ കാണും എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരു നടപ്പന്തൽ ഒന്നുകൂടി ഒരുക്കിയിട്ടുണ്ട്. എത്ര ആൾക്കാർ വന്നാലും ശരി, നമുക്ക് അവിടെ നിന്ന് മഴയും കാറ്റും വെയിലും ഒന്നും കൊള്ളാതെ നിന്ന് ദേവിയുടെ ദർശനം നേടാം. നമ്മൾ ദേവിയൊക്കെ തൊഴുതിട്ട് തിരിച്ച് കോവിലിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയ സമയത്ത് പുറത്ത് മിനി ഓഡിറ്റോറിയത്തിൽ ഓട്ടംതുള്ളൽ മാതിരിയുള്ള ഒരു കലാരൂപം വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കുറച്ച് നേരമൊക്കെ നമ്മൾ നോക്കി നിന്ന് അതിനുശേഷം നടപ്പന്തലിൽ തന്നെ കുറച്ച് നേരം നിന്നിട്ട് വെളിയിലോട്ട് വലിയ സ്റ്റേജിൻ്റെ അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ വലത് സൈഡിലായിട്ട് ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുന്നതിനായിട്ട് അമ്മമാർ ഗ്ലാസ്സിലൊക്കെ വെള്ളം നിറച്ചിങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. നടപ്പന്തലിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ നേരെ പോയത് പിന്നെ സ്റ്റാളുകളിലേക്കായിരുന്നു. സ്റ്റാളുകളിൽ ഈ പ്രാവശ്യം ഒരു പ്രത്യേകത പെറ്റ് ഷോ ഉണ്ടായിരുന്നു. അതിൽ ഇഗ്വാന എന്നുള്ള ആ ജീവിയെ ഒരാൾ തറയിലിട്ട് അതിന് തീറ്റി കൊടുക്കുന്ന സമയത്തായിരുന്നു നമ്മൾ ചെന്നത്. എന്തായാലും അത് കാണാൻ കഴിഞ്ഞു. അതിലെന്തോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓരോന്ന് കഴിച്ച് മുമ്പോട്ട് വന്ന് അവസാനം നമ്മൾ കഴിച്ച് നമ്മളടുത്തോട്ട് തന്നെ വരും. ആ രീതിയിലായപ്പോൾ പിന്നെ നമ്മളവിടുന്ന് പതുക്കെ അങ്ങ് അപ്പുറത്തോട്ട് പോയി. അപ്പുറത്ത് നോക്കിയപ്പം അവിടെ വേറെ ഒരു വലിയൊരു പാമ്പ് തോളിലിട്ട് ഒരു ചെറുക്കൻ നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചത് ഫോട്ടോ എടുക്കാമെന്ന് വെച്ചാൽ കുഴപ്പമില്ല, ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു രസീതമായിട്ടൊക്കെ ഒരാളവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇനി പൈസ കൊടുത്താലേ ഇത് കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ കഴിയുള്ളൂ എന്ന് കരുതി ഞാൻ ചോദിച്ചിട്ടാണ് അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തത്. എന്തായാലും ഇഗ്വാന നല്ല രീതിയിൽ ആഹാരം കഴിക്കുന്നുണ്ട്. 4-5 പീസ് ഇട്ട് കൊടുത്തു. അതെല്ലാം കഴിച്ചിട്ട് വീണ്ടും അതിനായിട്ട് തേടി നടക്കുന്നുണ്ടായിരുന്നു. ഞാനിതിന് മുമ്പ് ഒരു ദിവസം നമ്മളെ ലുലുവിലൊരു ഷോ നടന്നപ്പോൾ സമയത്ത് ഈ ഇഗ്വാനെ കണ്ടായിരുന്നു. പക്ഷേ ഇത് വേറൊരു ടൈപ്പ് ആണ്, ഇത്തിരി കുറച്ചുകൂടെ വലുതുമാണ്, കളറും വ്യത്യാസമുണ്ട്. പാമ്പിനെയും തോളിലല്ല കയ്യിലും പകുതി തോളിലുമായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് നമുക്ക് കാണുമ്പം ഒരു പേടി തോന്നുമെങ്കിൽ അവർക്കൊരു പേടിയില്ല. വളരെ സ്നേഹത്തോടെ അതിനെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ തടവി കൊടുക്കുന്നുണ്ട് ഒരു കൈകൊണ്ട്. അത് കഴിഞ്ഞിട്ട് വീണയ്ക്ക് അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒന്ന് കഥാപ്രസംഗം കേട്ടാൽ കൊള്ളാൻ തോന്നി. അങ്ങനെ കഥാപ്രസംഗം നടക്കുന്ന മെയിൻ സ്റ്റേജിലോട്ട് നമ്മൾ വന്നു. അവിടെ നോക്കിയപ്പോൾ നല്ല ഏതോ ഒരു പ്രശസ്തനായൊരു കാതികനാണ് കഥ പറയുന്നത്. പക്ഷെ ആരെന്നുള്ള വ്യക്തമായിട്ട് നമുക്ക് കാണാൻ അടുത്തോട്ട് പോകാൻ പറ്റിയില്ല. ദൂരെ നിന്ന് തന്നെ കണ്ടിട്ടും കുറച്ച് നേരം കഥ കേട്ടിട്ട് തിരിച്ച് വീണ പറയുന്നത് സ്റ്റാളിലൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പുറത്ത് ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള സ്റ്റാളുകളിലോട്ട് പോയി. അവിടെ എല്ലാ വർഷത്തെയും പോലെ തന്നെ നിരവധി കച്ചവടക്കാർ നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരും പുറത്തുള്ളവരും ആന്ധ്ര, തമിഴ്നാട്, കർണാടക ഈ സംസ്ഥാനങ്ങളിലുള്ള കച്ചവടക്കാർ ഒരുപാട് പേരുണ്ട്. എല്ലാത്തരം സാധനങ്ങളും ചീപ്പ്, കണ്ണാടി, വള, മാല, അങ്ങനെ കച്ചവടത്തിനിടയിൽ 2 പേരെ ഞാൻ ശ്രദ്ധിച്ച് ദൂരെ നിന്ന് കണ്ടപ്പോൾ 2 അമ്മമാരിരുന്ന് എന്തോ ചെയ്യുന്നു. അപ്പോൾ ഞാനത് എന്താണെന്ന് ചെയ്യാൻ നോക്കുന്നതിനായിട്ട് അടുത്തേക്ക് നോക്കിയപ്പോൾ അത് അവർ 2 പേരും മാല കോർക്കുകയായിരുന്നു. മുത്ത്
തൊട്ട് മാല പുറത്തുണ്ടാക്കുമായിരുന്നു. അപ്പോഴത് ഞാനത് എടുക്കുന്ന കണ്ടപ്പം അവരെന്നെ ഒന്ന് നോക്കിയായിരുന്നു കുറച്ച്. അത് കഴിഞ്ഞ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ചേച്ചി ഇരുന്ന് എന്നൊരു സാധനമുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം കയ്യിൽ വെച്ച് പൊട്ടിച്ച് ടക്കെന്നൊരു സൗണ്ട് കേൾക്കും. അപ്പോൾ അത് ചേച്ചി കാണിച്ചു തന്നു എങ്ങനെയാണ് പൊട്ടിക്കുന്നത്. അപ്പം വീണിക്കത് വാങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി അത് നമുക്ക് വളരെ സ്നേഹത്തോടെ തന്നെ 10 രൂപയ്ക്ക് രണ്ട് ഇതായിട്ട് 2 കൊണ്ട എടുത്തു തന്നു. ചേച്ചിക്ക് സന്തോഷമായി, നമുക്ക് സന്തോഷം. നമ്മൾ വാങ്ങുന്നതിൻ്റെ വേറെ 2 പേരും വന്ന് വാങ്ങി. ചേച്ചി ഇരുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വളരെ നല്ല ഒരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. ലൈറ്റിൻ്റെ വലിയൊരു ഡിസ്പ്ലേ ആണ്. അതിൽ നമ്മൾ പലതരം അത്തത്തിന് ഇടുന്ന കണക്കുള്ള ഡിസൈനുകൾ വന്നും പോയി ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കും, കളറും അതിൻ്റെ ഡിസൈനും. അത് വളരെ വളരെ രസമുണ്ടായിരുന്നു കാണാം. പിന്നെ മയിൽപ്പീലി വിൽക്കുന്നവർ, അപ്പം പുള്ളി എടുത്ത് ഞാൻ ചോദിച്ചു ഫോട്ടോ എടുത്തോളം പറഞ്ഞു. പിന്നെ ഒരു കൊച്ചു പയ്യെ മയിൽപ്പീലിയൊക്കെ വെച്ച് അതിൽ വെച്ചിട്ട് വേറെ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിൽക്കുന്നില്ല. എല്ലാ വർഷത്തെയും പോലെ തന്നെ ലൈറ്റുകൾ ഇഷ്ടം പോലെ, ആവശ്യത്തിന് ലൈറ്റ്, ദേവിയുടെയും കൃഷ്ണൻ്റെയും എല്ലാ ദൈവങ്ങളുടെയും പിന്നെ വർണ്ണത്തിലുള്ള ലൈറ്റുകൾ അവിടെ വെച്ച് ദൂരെ നോക്കുമ്പോൾ ഭയങ്കര രസമാണ്. ദൂരെ നോക്കുന്നത് നമുക്ക് ലൈറ്റ് ആണെങ്കിലും അതിൽ നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും ദേവിയാണ്, കൃഷ്ണനാണ്, മുരുകനാണ്, ശിവനാണ്, ഗണപതിയാണെന്നൊക്കെ ഹനുമാൻ്റെതാണെന്നോ എല്ലാം നമുക്ക് വ്യക്തമായിട്ട് ലൈറ്റിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും. ആ രീതിയിൽ വെച്ചിരിക്കുന്നത് മുരുകനും ഗണപതിയൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അത് നല്ല ഒരു കാര്യമാണ്. അതുകൊണ്ട് വരുന്നവരൊക്കെ കച്ചവടക്കാരെ അത് വാങ്ങുന്നതിന് അത് കഴിഞ്ഞ് വീണ നേരെ സ്റ്റാളുകളിൽ കയറി നോക്കി വിലയൊക്കെ ചോദിച്ചപ്പോൾ 4 എണ്ണം നോക്കി നമുക്ക് ബോർഡിൻ്റെ അകത്ത് കയറിയതാണ്. അവിടുന്ന് 4 കപ്പ് നോക്കിയിട്ട് 4 എണ്ണം വാങ്ങി. അത് ആദ്യം ഇഷ്ടപ്പെട്ട് പിന്നെ ചെറിയ കണക്കുള്ള 4 കപ്പ് എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയി. കപ്പുകൾ കണ്ട എല്ലാം എടുക്കാൻ തോന്നും. അങ്ങനത്തെ നല്ല കപ്പുകൾ, അതായത് 4 എണ്ണം 100 25 ഒരെണ്ണം ഉള്ളത്, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് സാധാരണ പെണ്ണുങ്ങൾ പോകാനുള്ള സെക്ഷനായിട്ടൊക്കെ തന്നെയാണ് വീണ വീട്ടിൽ പോയത്. കമ്മല്, മാല, വള അങ്ങനെയുള്ള സെക്ഷനാണ് കൂടുതലവിടെ ഉള്ളത്. പിന്നെ കുമിഞ്ചാൻ, നമ്മളെ പോക്കുന്ന അങ്ങനെ കുറച്ച് സാധനങ്ങളുള്ളു. പിന്നെ അപ്പച്ചട്ടി ഉണ്ട്. അപ്പച്ചട്ടി വില ചോദിച്ചപ്പോഴത്തേക്ക് ഇത്തിരി കൂടുതലാണെന്ന് തോന്നി. അതുകൊണ്ട് അതേ കണക്ക് അവിടെ വെച്ചിട്ട് തിരിച്ചിറങ്ങി വന്നു. ഒത്തിരി സ്റ്റാളുകൾ അതിനകത്ത് തന്നെ, ആ വലിയൊരു സ്റ്റാളിനകത്ത് തന്നെ ചെറിയ ചെറിയ സ്റ്റാളുകൾ ഒരുപാടുണ്ട്. അതിലെല്ലാത്തരം സാധനമുണ്ട്. തുണിത്തരങ്ങൾ മുതൽ വീട്ടിൽ വിൽക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്, അതൊക്കെ ഉണ്ട്. വീട്ടിൽ ഒരുപാട് പ്ലേറ്റ് ഉണ്ടെങ്കിൽ അവിടെ 4 പ്ലേറ്റൊക്കെ എടുത്ത് നോക്കി, പക്ഷെ വാങ്ങിയില്ല. അവിടുന്ന് ഇറങ്ങിയിട്ട് തൊട്ടിപ്പുറത്തെ കടയിൽ കയറി. അത് അവിടെ ഇതായിരുന്നു കമ്മല്, ക്ലിപ്പ്. അത് ഒരെണ്ണം 20 രൂപ, ഒരെണ്ണം ഏതെടുത്താലും 20 രൂപ. അത് നഷ്ടമില്ല. ചെറിയ ചെറിയ ക്ലിപ്പുകളാണ് എങ്കിലും ഒരെണ്ണം 20 രൂപ വെച്ച്. വില കേട്ടതുകൊണ്ടാണോ എന്തോ എടുത്തിട്ട് പകുതി മാത്രമേ എടുത്തുള്ളൂ, ബാക്കി അങ്ങ് തിരിച്ച് അതെണ്ണം കിട്ടിയിട്ട് വന്നു. ഒത്തിരി ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട് അവിടുത്തെ സാധനങ്ങൾ. സാധാരണ നമ്മളിങ്ങനെയൊക്കെ ഫംഗ്ഷനൊക്കെ കുറിച്ച് ആളുകളിലൊരു ചെറിയ ശതമാനം പൈസ കൂടുതലായിരിക്കും. അപ്പം അത് നമ്മൾ കണക്കൂട്ടണ്ട. അവർ ഇത്രയും ആൾക്കാർ നമ്മളെയൊക്കെ കരുതിയാണല്ലോ സ്റ്റാൾ ഇടുന്നത്. അപ്പോൾ അവരുടെ ജീവിതമാർഗമാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വാങ്ങണം. അതിനുവേണ്ടിയാണ് നമ്മൾ വീടിനകത്ത് കയറി 2-3 സാധനമൊക്കെ വാങ്ങി. നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് പോകാമെന്നുള്ളതിൽ പാർക്കിങ്ങിലോട്ട് സ്കൂട്ടർ എടുക്കുന്നതിന് വേണ്ടി ചെന്നപ്പോൾ അവിടെ നിന്ന് KSRTC ബസ്സുകൾ 2-3 എണ്ണം ഒരുമിച്ച് വരുന്നുണ്ടായിരുന്നു. തിരിച്ച് വന്നവരെ ഭക്തജനങ്ങളെയും കൊണ്ട് തിരിച്ച് പോകുന്നവരാണ്, ദർശനം കഴിഞ്ഞിട്ട് തിരിച്ച് പോകുന്നവരാണ്. അപ്പോൾ പാർക്കിംഗ് ഗ്രൗണ്ടിലോട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു
ലോട്ടറി കച്ചവടം നടത്തുന്ന അപ്പൂനെ വീണ കണ്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു ലോട്ടറിയും വാങ്ങി. പൈസ 40 രൂപ കണ്ടേ വീണയുടെ കയ്യിലുള്ളായിരുന്നു. 10 രൂപ കൊണ്ട് എൻ്റെ നിന്ന് വാങ്ങി 50 രൂപ ടിക്കറ്റായിരുന്നു തോന്നുന്നു. അത് വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് സ്കൂട്ടർ എടുത്തിട്ട് അപ്പോൾ തന്നെ അവിടുന്ന് നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് മണക്കാട് റൂട്ടിൽ തിരിച്ച് യാത്രയായി. വഴിയിലൊക്കെ നല്ല ദീപാലങ്കാരങ്ങൾ. പോകുന്ന വഴിയിൽ 2-3 ക്ഷേത്രങ്ങളുണ്ട്. അവിടെയൊക്കെ പ്രോഗ്രാം, ചെണ്ടമേളം, അതും ഇതൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ മിനി സ്റ്റേജുകളിൽ ഗാനമേള, നാദസ്വരം, കഥകളി, അങ്ങനെ പലതും ഈ പോകുന്ന വഴി തന്നെ നമുക്ക് കാണാൻ കഴിയും. സമയമുണ്ടെങ്കിൽ നിർത്തി കണ്ടിട്ട് ആസ്വദിച്ചിട്ടൊക്കെ വന്നാൽ മതി. നമ്മൾ പിള്ളേരെ ഒന്നും കൊണ്ടുപോകാതിരുന്നതുകൊണ്ട് അതൊന്നും കാണാൻ നിന്നില്ല. ദേവിയുടെ ദർശനം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് സ്റ്റാളൊക്കെ കണ്ടിട്ട് തിരിച്ച് നമ്മൾ മണക്കാട് വഴി നേരെ ഈസ്റ്റ് ഫോർട്ടിലോട്ട് വന്നു. അപ്പം ഈസ്റ്റ് ഫോർട്ടിൽ വന്നപ്പോഴത്തേക്ക് അവിടെ ഈസ്റ്റ് ഫോർട്ടിൽ 2 സൈഡിലും കലങ്ങളും ചട്ടികളും പിന്നെ വിറകല്ല ചൂട്ട്, കൊതുമ്പ്, ഇതൊക്കെ വിൽക്കുന്ന അമ്മമാർ 2 സൈഡിലും ഉണ്ട്. നിറയെ അതായത് നമ്മളെ അട്ടക്കുളങ്ങര ഭാഗങ്ങളിലൊക്കെ. അങ്ങനെ അത് കണ്ടിട്ട് നമ്മളൊന്ന് വില ചോദിക്കാനായിട്ട് ഇറങ്ങി. കലത്തിന് വില ചോദിക്കാൻ ഇറങ്ങി. പക്ഷെ വാങ്ങിയത് ചട്ടിയാണ്. വീണ കലത്തിന് വില ചോദിക്കുക ഇറങ്ങിയിട്ട് ലാസ്റ്റ് അവിടെ നിന്നൊരു 60 രൂപ വരെ ഒരു മീൻ വയ്ക്കുന്ന ഒരു മൺചട്ടി വാങ്ങിയിട്ട് അവർ വാങ്ങി. അപ്പം അവർക്കും സന്തോഷം. അപ്പോൾ നമ്മളൊരു ക്യാഷ് ആയിട്ടില്ലായിരുന്നു. അപ്പം ഗൂഗിൾ പേ ഉണ്ടെന്ന് ചോദിച്ചാൽ ഗൂഗിൾ പേ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഗൂഗിൾ പേ ചെയ്തിട്ടാണ് വന്നത്. അമ്മയുടെ ഏരിയയിൽ അതിൻ്റെ QR കോഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടുന്ന് നേരെ പിന്നെ കോട്ടയ്ക്കകം വഴി കയറി വീട്ടിലെത്തി.